കാത്തിരുന്ന് കാത്തിരുന്ന് കൊതിപ്പിച്ചു കളഞ്ഞ വസന്തകാലമേ, ഒടുക്കം അതങ്ങടുക്കുമ്പോൾ എന്തൊരു ഗന്ധമാണ്. അതെ, പഴയ അതേ പൂരിശയിൽ ചില അല്ലറ ചില്ലറ മാറ്റങ്ങളുമായി നാം മോഹിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ വികാരത്തിന് പ്രാണൻ പുനർജീവിപ്പിക്കുന്ന ISL ഇങ്ങടുക്കുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രതിസന്ധി തരണം ചെയ്താണ് ഇത്തവണ ISLന്റെ പൂരത്തിന് കളമൊരുങ്ങുന്നത്. സംഘാടകരായ FSDLും IIFും തമ്മിലുള്ള കരാർ സംബന്ധമായ നിയമ തടസ്സങ്ങൾക്കും ഒടുവിൽ ഫെബ്രുവരി 14 ഇന്ത്യൻ ഫുട്ബോൾ ഉത്സവത്തിന് കൊടിയുയരുകയാണ്. കേന്ദ്ര കായിക മന്ത്രാലയം ഒടുക്കം ആ വാർത്ത പ്രഖ്യാപിച്ചപ്പോൾ ഹൃദയത്തിന്റെ ഉച്ചസ്ഥായിയിൽ നിന്നും നന്ദി രേഖപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇതുവരെ നടന്ന ISL ലീഗിന്റെ സംഘാടകരിൽ നിന്നും വ്യത്യസ്തമായി AIFFന്റെ ലീഗിന്റെ ദൗത്യം മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളത്. അവരോട് അത്രമേൽ കടപ്പാടുണ്ട്. ഐ ലീഗിൽ നിന്ന് യോഗ്യത നേടിയ ഇന്റർകാശി അടക്കം 14 ടീമുകളാണ് ഇത്തവണ ISLന്റെ കനക കിരീടത്തിന് മാറ്റൊരുക്കുക. എന്നാൽ ഇത്രയും നാൾ മോഹിച്ചതും കുതിച്ചതുമായ ഈ തീരുമാനത്തിൽ ആരാധകരെ സങ്കടത്തിലാഴ്ത്തുന്നത് മറ്റൊരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രമുഖ താരം അഡ്രിയാൻ ലൂണ ഉൾപ്പെടെ ഒരുപാട് വിദേശ താരങ്ങൾ വിദേശ ക്ലബ്ബുകളിലേക്ക് കൂടുമാറിയിട്ടുണ്ട്. ഈ ചടുല നീക്കം പല ക്ലബ്ബുകളെയും നിരാശയിലാഴ്ത്തുന്നുണ്ടെങ്കിലും സമയം കുറവായതിനാൽ ഏകദേശം 91 മത്സരങ്ങൾ മാത്രമുള്ള ചുരുങ്ങിയ ഫോർമാറ്റിൽ ഹോം എവേ രീതിയിൽ തന്നെ മത്സരങ്ങൾ നടത്താനാണ് നിലവിലെ തീരുമാനം. ഈ സീസണിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ റെലഗേഷൻ സമ്പ്രദായം കൊണ്ടുവരുമെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഗോവയുടെ പുൽനാമ്പുകളെ സാക്ഷിയായിട്ടായിരിക്കും ISL 12ാം സീസണിൽ പന്തിറുക. റൂമറുകളിലും പ്രഡിക്ഷനുകളിലും കണ്ണും നട്ടിരുന്ന ആരാധകർക്ക് അത്രമേൽ സംശുദ്ധമായ പ്രഖ്യാപനത്തിൽ ആനന്ദത്തിന്റെ കൂളിളക്കം അലയടിക്കുകയാണോ? എല്ലാം മറന്ന് കാൽപന്തിനായി തപസ്സിരിക്കുന്ന കാളിമു നിറഞ്ഞ രാത്രികളെ പ്രഭയാക്കി മാറ്റുന്ന രാവുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇനി അങ്ങോട്ട് പ്രാരംഭങ്ങളുടെ ഒരുക്കങ്ങളാണ്. നിരാശകളുടെ കുടം കവിഞ്ഞ 11 വർഷങ്ങൾ. മുറ്റത്തെ കൊന്നമരം ഇന്നേ വരെ അതിന്റെ പൂർണ്ണ ഭംഗി പ്രദർശിപ്പിച്ചിട്ടില്ല. അതെ, ഒടുക്കം ഒരുപാട് പ്രതീക്ഷകളോടെ വീണ്ടും ISL. അതിന്റെ പടക്കളത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മുട്ടുകെട്ടി ഇറങ്ങുന്നു. കഴിഞ്ഞു കടന്ന എല്ലാ കൊള്ളരുതായ്മകളെയും മറന്ന് മഞ്ഞപ്പടക്കായി കാഹളം മുഴക്കാൻ കാത്തിരിപ്പിന്റെ ആനന്ദം അനുഭവിച്ചറിഞ്ഞ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരുക്കമാണ്. 11 സംവത്സരങ്ങളിലായി മഞ്ഞപ്പടയുടെ മാനഹൃത്തടങ്ങളിൽ പൂവിട്ട് പൂജിച്ച് ചുമന്ന് നടന്ന ആ കിനാവിനെ യഥാർത്ഥ്യമാക്കി ഒരവസരം കൂടെ ദൈവം കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്നു. വിധിയുടെ വിളയാട്ട ഭൂമികയിൽ പെട്ടുലയാതെ കാത്തിരുന്ന് ഒടുക്കം വിധിയെ വിറപ്പിച്ച് ഫുട്ബോളിനെ പൂർണ്ണനാക്കിയ ലയണൽ മെസ്സിയെ പോലെ കണക്കുകൾക്കതീതമല്ലാത്ത പരാജയത്തിന് ശേഷം ഇന്നും നിങ്ങളെ പ്രകാശത്തിന്റെ വെട്ടത്തിലേക്ക് ആനയിക്കുന്ന തോമസ് ആൽവ എഡിസന്റെ പ്രകാശദീപം പോലെ. തന്റെ കാൽപാദം പതിഞ്ഞ ഇടങ്ങളിലെല്ലാം തോറ്റുപോയ എബ്രഹാം ലിങ്കൺ അമേരിക്കൻ ചരിത്രത്തിലെ എക്കാലം മികച്ച പ്രസിഡന്റ് ആയതുപോലെ ഋതുക്കൾ മാറി മറിയുമ്പോഴും തലമുറയിൽ പുതിയത് വരുമ്പോഴും അവർ പാടിപ്പറയുന്ന കഥകളിലെ ഏറ്റവും നയനസുന്ദരമായ ഒരു കഥയായി മഞ്ഞപ്പടക്ക് മാറേണ്ടതുണ്ട്. ആ മാറ്റം ഇനിയും വിദൂരതയിൽ ലയിച്ചു പോകാതിരിക്കട്ടെ. ബ്ലാസ്റ്റേഴ്സിന്റെ വസന്തകാലത്തിൽ പുഷ്പങ്ങളെല്ലാം പൂത്തുലയട്ടെ. വിധി വിറക്കും വിധത്തിൽ എതിരാളികളെ വിറകൊള്ളിക്കട്ടെ. സ്വപ്നത്തെ സായുജ്യമാക്കി ആ കനക കിരീടം കേരള ബ്ലാസ്റ്റേഴ്സ് കൈപ്പിടിയിൽ ഒതുക്കട്ടെ.